പുള്ളുവൻ പാട്ടുകളും നാഗരികതയും അലയടിക്കുന്ന ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ശ്രീ നാഗരാജാവിന്റെ അനന്ത ചൈതന്യം കുടികൊള്ളുന്ന വൻമരങ്ങളും വള്ളിപ്പടർപ്പുകളും ഹരിതാപ ചാർത്തുന്ന ഈ പവിത്ര ഭൂമിയിലാണ് മനുഷ്യന്റെ മനസ്സിനും വപുസ്സിനും കുളിരേകുന്ന മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിലെ ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് വടക്കുവശമായാണ് കാവുകളും കുളങ്ങളും ചിത്രകൂടങ്ങളും നിറഞ്ഞ മണ്ണാറശാല സ്ഥിതി ചെയ്യുന്നത്. പേരുകൊണ്ട് പുഴയുടെ നാടാണെങ്കിലും അമ്പലപ്പുഴ താലൂക്കിലെ പല പ്രദേശങ്ങളും പണ്ട് ഘോരവനങ്ങളായിരുന്നു. ഖാണ്ഡവനം എന്നറിയപ്പെട്ടിരുന്ന ആ പ്രദേശത്തെയാണ് അർജുനൻ ചുട്ടുദഹിപ്പിച്ചത്. അങ്ങനെ ചുട്ടനാട് എന്ന പേര് ആ പ്രദേശത്തിന് പതിഞ്ഞു. ചുട്ടനാട് കാലക്രമേണ കുട്ടനാട് ആയതാണ്. ഖാണ്ഡവനത്തിൽ അർജുനൻ തീയിട്ടപ്പോൾ അത് കിഴക്കോട്ട് പടർന്നു പിടിച്ചു. പരശുരാമൻ പ്രതിഷ്ഠിച്ച സർപ്പങ്ങളുടെ കാവ് വരെ തീയെത്തിയപ്പോൾ ഇല്ലത്തെ അമ്മമാർ അടുത്തുള്ള കുളത്തിൽ നിന്നും വെള്ളം കോരിയൊഴിച്ചത്രേ. ആവശ്യത്തിന് ജലമൊഴിച്ചതിനാൽ കാവിനെ തീ വിഴുങ്ങിയില്ല. എന്നാൽ ആ തീജ്വാല തട്ടി മണ്ണിന് ചൂട് പിടിച്ചു. ചൂട് അധികമായതിനാൽ സർപ്പങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു. ഇത് കണ്ട സ്ത്രീകൾ മണ്ണിലെ ചൂടാറും വരെ വെള്ളമൊഴിച്ചുകൊണ്ടേയിരുന്നു. അതിനാൽ ഈ സ്ഥലത്തിന് മണ്ണാറിയശാല എന്ന നാമമുണ്ടായി. മണ്ണാറിയശാല എന്ന് വിളിച്ചു പോന്ന ഈ സ്ഥലമാണ് കാലക്രമേണ മണ്ണാറശാലയായി മാറിയത്. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ പരശുരാമൻ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രമായിട്ടാണ് ഈ ക്ഷേത്രത്തെ പറയുന്നത്. പരശുരാമൻ പണ്ട് മഴുവെറിഞ്ഞ് ഇവിടെ കേരളം ഉണ്ടാകിയ, അതായത് കേരളത്തിന്റെ ആ ചരിത്രം മുതൽ തന്നെ ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം പറയേണ്ടി വരും. കേരളം എന്നുള്ള ആ പേര് തന്നെ കടലിൽ നിന്ന് ഭൂമി ഉയർന്നു വന്ന് ചേർക്കപ്പെട്ടതെന്നുള്ള ഒരു പേരിലാണ്. ഈ കേരളം എന്നുള്ളതല്ല, ശരിക്കും പറഞ്ഞാൽ ചേരളം എന്നുള്ളതാണ് കേരളം എന്നായത് മാറിയത്. അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ പരശുരാമൻ കേരളം എന്ന ഈ ഭൂമി ഉണ്ടാക്കിയിട്ട് ബ്രാഹ്മണർക്കായിട്ട് ദാനം ചെയ്യുകയും ഇവിടെ ബ്രാഹ്മണരെ കൊണ്ടുവന്ന് ഇവർക്ക് ഇവിടെ താമസിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഇവിടെ പരശുരാമൻ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രമായിട്ടാണ് അറിയപ്പെടുന്നത്. പിതാവായ ജന്മഗന്ധിയെ വധിച്ച കാർത്തവീരാർജുനനുമായി ഉണ്ടായ യുദ്ധത്തിൽ അനേകം ക്ഷത്രിയരെ പരശുരാമൻ വധിച്ചു. ക്ഷത്രിയ നിഗ്രഹം ചെയ്തതിന്റെ പാപപരിഹാരാർത്ഥം തന്റെ ഭൂമികളെല്ലാം കശ്യപന് ദാനം നൽകിയ ശേഷം ഭാരതത്തിന്റെ തെക്കേ തീരത്ത് വന്ന് സമുദ്രത്തോട് ഭൂമി യാചിച്ചു. വരുണന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഒരു ശൂർപ്പം അഥവാ മഴു എറിയുകയും അത്രയും ഭാഗം കരയായി തീരുകയും ചെയ്തു. ശൂർപ്പം എറിഞ്ഞു നേടിയ സ്ഥലമാണ് നാം ഇന്ന് അധിവസിക്കുന്ന കേരളം എന്നറിയപ്പെടുന്ന ശൂർപ്പകം. ഈ ഭൂമിയും ബ്രാഹ്മണർക്ക് തന്നെ ദാനം ചെയ്തിട്ട് പരശുരാമൻ മഹേന്ദ്രഗിരിയിലേക്ക് പോയി. എന്നാൽ ദാനമായി ലഭിച്ച ഭൂമി ഉപ്പുരസം നിറഞ്ഞതാകയാൽ വാസയോഗ്യമല്ലെന്ന് കണ്ട് ബ്രാഹ്മണർ അദ്ദേഹത്തോട് സങ്കടമുണർത്തിച്ചു. ദുഃഖിതനായ പരശുരാമൻ തന്റെ ഗുരുവായ പരമശിവനെ തപസ് ചെയ്തു. പ്രത്യക്ഷനായ പരമശിവൻ ഭൂരക്ഷയ്ക്കായി സർപ്പവിഷം വിന്യസിക്കണമെന്നും അതിനായി നാഗരാജാവിനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചു. ഗുരുപദേശമനുസരിച്ച് ഭാരതത്തിന്റെ തെക്കേ തീരത്തെത്തിയ പ്രിയ ശിഷ്യൻ ഇവിടെ ഒരു തീർത്ഥശാല ചമച്ച് അതികഠിനമായി തപസ് ചെയ്തു. പ്രത്യക്ഷനായ നാഗരാജാവ് തന്റെ പ്രിയഭക്തനെ സർവാഭീഷ്ടങ്ങളും ചൊരിഞ്ഞ് അനുഗ്രഹിച്ചു. അതിനുശേഷം പരശുരാമന്റെ ഇഷ്ടപ്രകാരം മന്ദാര മരങ്ങൾ നിറഞ്ഞ ഈ പുണ്യഭൂമിയിൽ നിത്യവാസം ചെയ്തുകൊണ്ട് സകല ഐശ്വര്യപ്രദായകനായി ആശ്രയിക്കുന്നവർക്ക് അഭയവരദായകനായി വാണരുളുവാൻ ഭഗവാൻ സമ്മതിക്കുകയാണുണ്ടായത്. നാരായണാവരദനായ ഭാർഗവരാമനാൽ പ്രതിഷ്ഠിതമായ ശ്രീ നാഗരാജാവ് പ്രിയ പത്നിമാരായ സർപ്പയക്ഷിയമ്മ,
നാഗയക്ഷിയമ്മ, സഹോദരിയായ ശ്രീ നാഗചാമുണ്ഡി എന്നിവരോടുകൂടി ആർത്തത്രാണപരായണനായി ത്രിമൂർത്തി ഭാവമായി പഞ്ചഭൂതങ്ങൾക്ക് അധിപനായി പരിപാവനമായ ഈ മന്ദാരശാലയിൽ പരിലസിക്കുന്നു. അഗ്നിയേറ്റ് ഉടലുരുകിയ നാഗവൃന്ദത്തെ കണ്ട് ബ്രാഹ്മണ ദമ്പതിമാരായ ശ്രീ വസുദേവനും ശ്രീദേവിയും അവരെ പരിചരിച്ച് വേണ്ടതൊക്കെ നൽകി. ഇങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ശ്രീദേവി അന്തർജനം 2 ശിശുക്കൾക്ക് ജന്മം നൽകി. 5 തലയുള്ള നാഗക്കുഞ്ഞും ഒരു മനുഷ്യക്കുഞ്ഞുമായിരുന്നു അത്. ബാല്യദശ പിന്നിട്ടതോടെ നാഗക്കുഞ്ഞിന്റെ പ്രഭാവം വർദ്ധിച്ചു വന്നു. തന്റെ സഹോദരന്റെ ജീവിതം സുഖമായതോടുകൂടി തന്റെ അവതാരധർമ്മം നിറവേറ്റിയ നാഗരാജാവ് തപസമാധിയിൽ മുഴുകുന്നതിനായി ഇല്ലത്തുള്ള നിലവറ പോകുകയും ചെയ്തു എന്നാണ് വിശ്വാസം. നിലവറയിലുള്ള നാഗരാജാവ് ഇന്നും ചിരഞ്ജീവിയായി നിലവറയിൽ കഴിയുന്നു എന്ന് വിശ്വസിക്കപ്പെട്ടു പോരുന്നു. കുടുംബാംഗങ്ങൾ കുടുംബനാഥനായി മുത്തച്ഛനായി അദ്ദേഹത്തെ ആരാധിക്കുകയും ചെയ്യുന്നു. നിലവറയിൽ വർഷത്തിലൊരിക്കൽ മാത്രമേ പൂജയുള്ളൂ, ശിവരാത്രിയുടെ പിറ്റേന്നു മാത്രം. നിലവറയിൽ വാണരുളുന്ന നാഗനായകനെ മുത്തച്ഛനെന്നും അപ്പൂപ്പനെന്നുമാണ് ഭയഭക്തി ബഹുമാനത്തോടുകൂടി ഇല്ലത്തുള്ളവർ വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വൈര സഞ്ചാരത്തിനായി തൊട്ടടുത്തുള്ള വനമാണ് അപ്പൂപ്പൻകാവ്. മകൻ നിലവറയിൽ തപസമാധിയിൽ മുഴുകിയതിനാൽ അതീവ ദുഃഖിതയായ അമ്മ നാഗരാജാവിനോട് തന്റെ മനോവേദന അറിയിച്ചു. മനസ്സലിഞ്ഞ ഭഗവാൻ അമ്മയ്ക്കു മാത്രം ദർശനം അനുവദിക്കുകയും ആണ്ടിലൊരിക്കൽ അമ്മ നൽകുന്ന പൂജയാൽ തൃപ്തനായി കൊള്ളാമെന്നും സ്വാന്തനമേകി മറയുകയും ചെയ്തു. അന്ന് ആ പ്രിയപുത്രൻ അമ്മയ്ക്ക് നൽകിയ പൂജാധികാരമാണ് മണ്ണാറശാലയെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. മണ്ണാറശാലയിലെ പൂജാരിണിയായ അന്തർജനത്തെ വലിയമ്മ എന്നാണ് വിളിക്കുന്നത്. എല്ലാ മലയാള മാസം 1-ാം തീയതി മാസം തോറുമുള്ള പൂയം നാൾ, മാഘമാസ ആരംഭം മുതൽ ശിവരാത്രിയുടെ തലേന്നുവരെ, കർക്കിടകം 1 മുതൽ 12 വരെ, ചിങ്ങമാസത്തിൽ തിരുവോണം, കന്നി തുലാം മാസത്തിലെ ആയില്യത്തിനു മുൻപ് 12 ദിവസം എന്നിങ്ങനെ അമ്മ ശ്രീകോവിലിൽ പൂജ നടത്തുന്നു. ഇപ്പൊ ഇവിടുത്തെ ഒരു ക്ഷേത്രം എന്നുള്ള ഒരു സങ്കല്പമല്ല. യഥാർത്ഥത്തില് ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ കാണുന്ന പോലെയുള്ള ഇവിടെ ഈ ഉത്സവങ്ങൾ അല്ലെങ്കിൽ മറ്റു ക്ഷേത്രത്തിലൊക്കെ കാണുന്ന പോലെ കൊടിമരം അല്ലെങ്കിൽ ഉത്സവബലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു കാവെന്നുള്ള സങ്കല്പമാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്കറിയാം, ഇവിടെ വൈകുന്നേരം ആണെങ്കിലും മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ വൈകുന്നേരം ഇവിടെ അത്താഴപൂജ ഉള്ളതാണ്. പക്ഷേ ഈ ക്ഷേത്രത്തില് അത്താഴപൂജ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. വൈകുന്നേരം നട തുറക്കുക മാത്രമേ ഉള്ളൂ. രാവിലെ മാത്രമേ ഉള്ളൂ ഇവിടെ രാവിലത്തെ പൂജയും ഉച്ചപൂജയും ഉള്ളൂ. അതിനുശേഷം വൈകുന്നേരം നട തുറക്കുക മാത്രമേ ഉള്ളൂ. വൈകുന്നേരം ദീപാരാധന അങ്ങനെ പോലുമില്ല. അതിൽ ഒരു വർഷത്തിൽ, അതായത് ശിവരാത്രിയുടെ അന്ന് മാത്രമാണ് ഇവിടെ ഈ വൈകുന്നേരം പൂജയുള്ള ഒരു ദിവസം. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണ്. മുഖ്യ പൂജാരിണിയായിട്ട് ഒരു സ്ത്രീയുള്ള ലോകത്തിലെ ഒരേ ഒരു ക്ഷേത്രം ഇവിടെയാണ്. വേറെ ഒരു ക്ഷേത്രത്തിലും സ്ത്രീകൾക്ക് ഇങ്ങനെ പൂജ കഴിക്കാനുള്ള അധികാരമോ ഒന്നുമില്ല. ഇവിടെ അമ്മ എന്നുള്ളൊരു സ്ഥാനമുള്ളതുകൊണ്ട് അമ്മയ്ക്ക് അതിൻ്റെ ഉള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട്. പൂജ കഴിക്കാനാണെങ്കിലും എല്ലാ പൂജയുടെ എല്ലാത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും നോക്കുന്നതും അമ്മയാണ്. എല്ലാ പൂജാവിധികളും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴത്തെ വലിയമ്മ ഉമാദേവി അന്തർജനമാണ്. വലിയമ്മയുടെ ദർശനം ഭഗവത് ദർശനം പോലെ തന്നെ പവിത്രമാണ്. ഭഗവാനെ ദർശിച്ചു കഴിഞ്ഞാൽ അമ്മയെ കണ്ട് ദക്ഷിണ സമർപ്പിച്ച് ആഗ്രഹം പറയുവാനും അനുഗ്രഹം നേടുവാനും എല്ലാവരും ശ്രദ്ധിക്കുന്നു. ഫലസിദ്ധിയുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രധാനപ്പെട്ട പല വഴിപാടുകളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ടും കൂടുതലായിട്ട് ആൾക്കാർ ചെയ്യുന്ന വഴിപാടെന്ന് പറഞ്ഞാൽ നൂറുമ്പാൽ എന്നുള്ള വഴിപാടാണ്. ഈ നൂറുമ്പാൽ എന്നുള്ള വഴിപാട് സർപ്പദോഷങ്ങൾക്കായിട്ടാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. സർപ്പത്തിന്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട, അതായത് രാഹുവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തരം ദോഷങ്ങൾക്കും ഈ നൂറുമ്പാൽ എന്നുള്ള ഒരു കാര്യങ്ങൾ പല ഇതിനു വേണ്ടി, കുടുംബത്തിന് ഐശ്വര്യത്തിന് വേണ്ടിയും പലതരത്തിലുള്ള കുടുംബദോഷങ്ങൾക്കൊക്കെ വേണ്ടിയും ഈ പറഞ്ഞ നൂറുമ്പാൽ എന്നുള്ള വഴിപാട് ധാരാളം നടക്കാറുണ്ട്. അതുപോലെ ഇവിടെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ മാത്രം നടത്തുന്ന മറ്റൊരു വഴിപാടാണ് ഉരുളി കമഴ്ത്തുന്നുള്ളത്. സന്താനം ഇല്ലാത്ത ആൾക്കാർക്ക് ഇവിടെ ഉരുളി കമഴ്ത്തുക എന്നുള്ളൊരു വഴിപാടുണ്ട്. അതായത് ഉരുളി കമഴ്ത്തിയിട്ട് അത് കുട്ടികളുണ്ടാവാൻ വേണ്ടി നടത്തുന്ന ഒരു വഴിപാടാണ്. അതൊക്കെ വളരെ
ഫലപ്രാപ്തി ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാവുന്ന വഴിപാടായിട്ടാണ് കാണുന്നത്. നൂറ്റാണ്ടുകളായി മണ്ണാറശാല ക്ഷേത്രത്തിൽ നടത്തിവരുന്ന വിശേഷതയാർന്ന ഒരു വഴിപാടാണ് ഉരുളി കമഴ്ത്തൽ. കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന അമ്മയ്ക്ക് നാഗഭഗവാൻ സ്വയം സന്താനമായി അവതരിച്ചു. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട നൂറുംപാൽ നൽകുന്ന പാത്രമാണ് ഉരുളി. സന്താന ഭാഗ്യമില്ലാത്ത ദമ്പതികൾ പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്ന ഉരുളി അമ്മ നിലവറയിൽ കമഴ്ത്തി വയ്ക്കുകയും സന്താനത്തോടുകൂടി വന്ന് വഴിപാടുകൾ നടത്തി ഉരുളി നിവർത്തുകയും ചെയ്യുമ്പോഴാണ് ഈ വഴിപാട് പൂർത്തിയാവുകയും ചെയ്യുന്നത്. കന്നിയിലെ ആയില്യമാണ് നാഗരാജാവിന്റെ ജന്മദിനമായി കേരളമൊട്ടാകെ ആഘോഷിക്കുന്നത്. എങ്കിലും മണ്ണാറശാലയിൽ തുലാമാസത്തിലെ ആയില്യത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ തുലാമാസത്തിലെ ആയില്യം മണ്ണാറശാല ആയില്യം എന്ന പേരിൽ അറിയപ്പെടുന്നു. പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മളത് ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് പണ്ട് മുതലേ നമ്മുടെ ഏത് ഒരു വീട്ടിലാണേലും ഒരു സർപ്പക്കാവും അതുപോലെ ഒരു കുളവും ഇതൊക്കെ ഇത് വളരെ എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നതാണ്. അത് കാത്തു സൂക്ഷിക്കേണ്ട ഒരിതായിട്ടാണ് പണ്ട് മുതലേ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ പഴമക്കാരുടെ കാര്യം ആലോചിച്ചാൽ മതി. അവർക്ക് അതിനെപ്പറ്റി ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു അറിവുണ്ടായിരുന്നു തന്നെ പറയണം. കാരണം ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ ഇക്കോ സിസ്റ്റം ഒക്കെ നിങ്ങളിപ്പം സയൻസിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു കാവും കുളവും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ബന്ധം, എന്തിനാണ് അത് സംരക്ഷിക്കേണ്ടതെന്നുള്ള ഒരു ബോധം അന്ന് തന്നെ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പം സാധാരണക്കാരോട് ഇപ്പം പറഞ്ഞാൽ കാവിന്റെ കാര്യങ്ങളൊക്കെ ഈ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ അവർക്ക് കഴിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഭക്തിയുടെ ഒരു ഇത് കൊടുത്തിരുന്നു. കാരണം കാവുകൾ അങ്ങനെ നശിപ്പിക്കരുത്, അങ്ങനെയുള്ള സങ്കല്പം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആരും കാവുകൾ അന്ന് നശിപ്പിച്ചിട്ടില്ല. പക്ഷെ ധാരാളം ഇടക്കാലത്തായിട്ട് ഈ അറിവുകളെല്ലാം എനിക്കറിയത്തില്ല, വളരെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി കാവുകൾ ഇല്ലാതായിട്ടുണ്ട്. അതിന്റെ ഒരു ഫലമാണ്. പരിസ്ഥിതിയായിട്ട് നമ്മളിപ്പം ബന്ധപ്പെട്ട് പല പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ക്ഷേത്ര അല്ലെങ്കിൽ കാവുകൾ സംരക്ഷിക്കുക എന്നുള്ള പുതിയ പദ്ധതി ഇവിടെ നടപ്പാക്കുന്നുണ്ട്. ഇപ്പം ഗവൺമെന്റ് തന്നെ നടപ്പാക്കുന്നുണ്ട്. ഈ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാവുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംരക്ഷിക്കണം എന്നുള്ള പദ്ധതികളാണ്. തിരക്കേറിയ ജീവിതത്തിൽ വീടിനോട് ചേർന്നുള്ള കാവുകൾ സംരക്ഷിക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. ഇത്തരം കാവുകൾ ഒഴിവാക്കി അവിടുത്തെ പ്രതിഷ്ഠകൾ ഇവിടെ സമർപ്പിക്കുന്നു. ശ്രീ നാഗരാജാവ് വാണരുളുന്ന ശ്രീകോവിലിന്റെ വടക്കുവശത്തായി ചുറ്റമ്പലത്തിനുള്ളിൽ തന്നെ മറ്റൊരു ശ്രീകോവിലിലാണ് സർപ്പയക്ഷിയമ്മയുടെ പ്രതിഷ്ഠ. സർപ്പയക്ഷിയമ്മയ്ക്ക് നിത്യപൂജയുണ്ട്. ചുറ്റമ്പലത്തിന് പുറത്ത് തെക്കുപടിഞ്ഞാറേ കോണിൽ പ്രത്യേകം ചിത്രകൂടങ്ങളിൽ കിഴക്കു ദർശനമായി ശ്രീ നാഗചാമുണ്ടിയും വടക്ക് ദർശനമായി ശ്രീ നാഗയക്ഷിയെയും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. നാഗയക്ഷിയമ്മയ്ക്കും നാഗചാമുണ്ടിക്കും നിത്യപൂജകൾ കഴിക്കുന്നില്ല. ക്ഷേത്ര മതിലിന് പുറത്ത് തെക്കുപടിഞ്ഞാറേ കോണിൽ കൂവളത്തറ കാണാം. കാനനവാസനായ ശ്രീധർമ്മശാസ്താവിന്റെ സ്ഥാനം കുരിയങ്കാവിലാണ്. ശ്രീ ഭദ്രകാളി കുഴിക്കുളങ്ങരയിലും മണ്ണാറശാലയിലെ പൂവനത്തിനുള്ളിലെ ഉപദേവാലയങ്ങളിൽ വസിക്കുന്നു. കാവിലെവിടെയും നാഗപ്പുറ്റുകളും ചിത്രകൂടങ്ങളും കാണാം. സർപ്പങ്ങളെ കുടിയിരുത്തിയിരിക്കുന്ന പ്രത്യേകം കൽത്തറകളാണ് ചിത്രകൂടങ്ങൾ. ഹൈന്ദവ വിശ്വാസപ്രകാരം 33 ദൈവസ്വരൂപങ്ങളിൽ നാഗദൈവങ്ങളെ കാണപ്പെട്ട ദൈവങ്ങളായി കണക്കാക്കുന്നു. ജാതിമത ഭേദമന്യേ ഭക്തജനങ്ങൾ മണ്ണാറശാലയിലെത്തി ദർശനപുണ്യം നേടിവരുന്നു.